നോക്കാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. ഹസ്ബൻഡിന് ഒരു 4 വർഷമൊക്കെ ആയിട്ട് BP-യുടെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ BP-ക്ക് നല്ലതാണെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ്. വാങ്ങിച്ച് ഒരു 160-110 എപ്പോഴും ഉണ്ടാകും BP. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് വണ്ടി ബസ് ഡ്രൈവറാണ് ആള്. അപ്പോൾ വണ്ടി ഓടിക്കുന്നവർക്ക് BP ഉണ്ടാകും, മാറാൻ ബുദ്ധിമുട്ടാണ്, എപ്പോഴും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് കഴിച്ച് ഒരു കുറുക്കുമലിക്സർ കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ BP ഒരു 130-100 ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് 120-80 ആയി. കുറുക്കുമലിക്സർ തീർന്നിട്ടും നോർമൽ BP തന്നെയായി നിൽക്കുകയാണ്. അതേപോലെ ഫാറ്റി ലിവറിന്റെ ഒരു SGPക്ക് ഒരു ഹൈ ഉണ്ടായിരുന്നു, ഒരു 110 ഒക്കെ ഉണ്ടായിരുന്നു. SGPക്ക് അത് 40 നോർമലിലേക്കായി. ഇത് രണ്ടുമാണ് ഹസ്ബൻഡിന്റെ റിസൾട്ട്. ഇതിലൂടെ ഞാൻ എൻ്റെ ഡ്രൈവറിനോട് പറയും, അവർക്കൊരു 470 ഒക്കെയാണ് ഷുഗർ. ആള് കാറ്ററിംഗ് ആയതുകൊണ്ട് മെഡിസിൻ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് കുറുക്കുമലിക്സർ വാങ്ങിക്കുകയും ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവർ ചെയ്തപ്പോഴേക്കും എന്നെ വിളിച്ചു പറഞ്ഞ് കൊളസ്ട്രോളും പറഞ്ഞ് ഷുഗർ 200 ആകുകയും ചെയ്തതുകൊണ്ട് അവരൊരു 4 ബോട്ടിലോടെ എന്നോട് വാങ്ങിച്ച് ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് അത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഷുഗർ. അതേപോലെ ഞാൻ കൊടുത്തവർക്ക് എല്ലാവർക്കും അലർജി സംബന്ധമായ അസുഖങ്ങൾ എല്ലാവർക്കും തന്നെ റിസൾട്ട് ഉണ്ട്. അതേപോലെ ഓൾ ഇൻ വൺ ഓയിൽ എൻ്റെ കുഞ്ഞിന് ഇതേപോലെ എപ്പോഴും മാസത്തിൽ 2 വട്ടമൊക്കെ ആന്റിബയോട്ടിക് ഞാൻ കൊടുക്കുമായിരുന്നു. എന്നും പനി, ജലദോഷം ഇതൊക്കെ തന്നെയാണ്. ഓൾ ഇൻ വൺ എന്നിട്ട് ഞാൻ വാങ്ങിച്ചില്ല. ഇത് പറഞ്ഞു കേട്ടെങ്കിലും കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് പുഷ്പസാർ ഇതേപോലെ എന്നോട് പറഞ്ഞു ഓൾ ഇൻ വൺ ഒന്ന് കുഞ്ഞിന് യൂസ് ചെയ്യാൻ പറഞ്ഞു. ഓൾ ഇൻ വൺ യൂസ് ചെയ്തപ്പോഴും 2-3 മാസമായിട്ടും കൊച്ചിന് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകേണ്ടിയ ഇതേപോലെ സാർ പറഞ്ഞ നെഫ്രോഷിൽഡ് എല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇതേപോലെ കമ്പനിയുടെ നമ്മുടെ CSM കമ്പനിയുടെ ഈ പ്രൊഡക്റ്റും മനു സാറിന്റെ പോലത്തെ ക്ലാസ്സും അതേപോലെ NDOP VOP സെക്ഷനൊക്കെ എനിക്ക് ഞാൻ എല്ലാം റെഗുലറായിട്ട് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് അനുഗ്രഹമായിട്ട്